ഹായ് എല്ലാവർക്കും അലങ്കൃതാസ് ക്രിയേറ്റീവ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ബ്ലാക്ക് ടോപ്പ് എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാമെന്നാണ്. എല്ലാവരുടെ വാർഡ്രോബിൽ ഉണ്ടാവുന്നതാണ് ഒരു ബ്ലാക്ക് ടോപ്പ്, ഒരു വൈറ്റ് ടോപ്പ്. അപ്പോൾ ബ്ലാക്ക് ടോപ്പിനെ ഒക്കേഷൻ ബേസിൽ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഒരു കുർത്തി ഞാൻ എടുത്തിട്ടുണ്ട്. കുർത്തിന്നോ അല്ലെങ്കിൽ ടോപ്പെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വേഗം തന്നെ. എൻ്റെ വീഡിയോസ് കുറച്ച് ലെന്തി ആകുന്നുണ്ടെന്ന് ഒന്ന് രണ്ട് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാം. ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ ടോപ്പ് സ്റ്റൈൽ ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ അത് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇതിൻ്റെ നെക്ക് പോർഷൻ ചെയ്തിരിക്കുന്നത് പറയാം. ഇതൊരു ബോട്ട് നെക്കിലാണ് ചെയ്തേക്കുന്നത്. ഒരു പോർഷൻ കുറച്ച് ലെന്തി കുറച്ച് ഇറക്കിയും ഒരു പോർഷൻ ഒരു സൈഡിൽ കുറച്ച് കയറ്റിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കഴുത്ത് ഇറക്കിയിട്ട് ഫ്രണ്ട് പോർഷൻ ഇടണം എന്നാണെങ്കിൽ ഞാൻ ഇതിടും. എനിക്ക് കുറച്ച് കഴുത്ത് കയറ്റിയാണ് ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിത് ഫ്രണ്ട് പോർഷനിലിടും. അപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് എനിക്ക് തിരിച്ചു മറിച്ചും ഇടാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ ഈ ടോപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ഒക്കേഷൻ ബേസിൽ എങ്ങനെ ഈ ടോപ്പ് സ്റ്റൈൽ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതുപോലൊരു ബ്രൊക്കേഡ് ഷോള് അല്ലെങ്കിൽ ഒരു കോട്ടൺ വർക്ക് ചെയ്ത ഹെവി ആയിട്ടുള്ള ഷോളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഒരു പലാസോ പാൻറ്റ് അല്ലെങ്കിൽ ഒരു ചുരി ബോട്ടം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ലെഗിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാൻ ചുരി ബോട്ടത്തിനെക്കാട്ടിലും കൂടുതലും ഞാൻ പലാസോക്കാട്ടിലും കൂടുതൽ ചുരി ബോട്ടമാണ് ഒരു ഒക്കേഷൻ ബേസിലുള്ള അല്ലെങ്കിൽ ഇതുപോലെ ബ്രൊക്കേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്റ്റൈൽ ചെയ്യുക. എനിക്ക് അതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. പലാസോ ഇടുമ്പോൾ എനിക്ക് കാഷ്വൽ ലുക്കേ തോന്നത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആൻറ്റി കളക്ഷൻസിലെ എന്തെങ്കിലും ഓർണമെന്റ്സ് ഇടുകയാണെന്നുണ്ടെങ്കിലും നല്ല ലുക്കായിരിക്കും. നല്ലൊരു മാല, കുറച്ച് ഇറക്കത്തിലൊരു മാലയോ അല്ലെങ്കിൽ ഒരു നെക്ലേസോ നല്ലൊരു ഹെവി കമ്മലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് ഇഷ്ടത്തിനുള്ള രീതിയിൽ ഒരു ആൻറ്റി കളക്ഷൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്. അത് മാത്രമല്ല, നമ്മുടെ സെറ്റിൻ്റെ ഷോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ സെറ്റിൻ്റെ ഷോളും ഇതിൻ്റെ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിലും ഹെവിയാണ്, അടിപൊളിയാണ്. ഇതാണ് ഫസ്റ്റ്. പിന്നെ ഇത് സെക്കൻഡ് വൺ എന്നാണ് പറയുന്നത്. ഞാൻ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പഴയ ഫോട്ടോ ആണ് കേട്ടോ. അപ്പം അതിൽ കാണിച്ചിരിക്കുന്ന ജാക്കറ്റ് ഉണ്ടല്ലോ, അത് തന്നെ. അതൊരു പല ടൈപ്പിലുള്ള ജാക്കറ്റ് കിട്ടും. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ളൊരു ജാക്കറ്റാണ്. അതുപോലത്തെ മെറ്റീരിയൽ വാങ്ങി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, സ്ലീവ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഏതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതൊരു കാഷ്വലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഡിം കളർ, ഈ ഒരു കളർഫുൾ അല്ലാത്തൊരു മെറ്റീരിയലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ജാക്കറ്റ്, ജീനിൻ്റെ ജാക്കറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഒരെണ്ണം തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ജീനിൻ്റെ ജാക്കറ്റ്. ഒരു പഴയ ഡെനിമിൻ്റെ പാൻറ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊരു ജാക്കറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണം നടത്തി നോക്കിയാണ്. അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ അത് സക്സസ് ആയി. അപ്പം അത് നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അത് നമുക്ക് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. തേർഡ് വൺ എന്ന് പറയുന്നത് ഒക്കേഷൻ ബേസ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ടോപ്പിൻ്റെ കൂടെ തന്നെ ഒരു പലാസോ അല്ലെങ്കിൽ ലെഗിങ്സ് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. എന്നിട്ട് വേറെ ഷോളൊന്നും യൂസ് ചെയ്യാതെ ബ്ലാക്ക് മെറ്റൽസ് അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റൽസിൻ്റെ ഓർണമെന്റ്സ്, ഹെവി ആയിട്ടുള്ള ബ്ലാക്ക് മെറ്റൽസിൻ്റെ ഓർണമെന്റ്സ് യൂസ് ചെയ്യാം. നല്ലൊരു കിടു ലുക്കാണത്. അത് വേറെ ഷോളോ സാധനങ്ങളോ ഒന്നും വേണ്ട. ആ ഓർണമെന്റ്സ് വെച്ചിട്ടാണ് അത് സ്റ്റൈൽ ചെയ്യുന്നത്. അത് ഒക്കേഷൻ ബേസ് യൂസ് ചെയ്യാം. കാഷ്വലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്ക് മെറ്റൽസിൻ്റെ ഓർണമെന്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു കിടു സ്റ്റൈലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കളർഫുൾ ഷോള് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള രീതിയിലുള്ള പാൻസ് യൂസ് ചെയ്യാം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള യൂസ് ചെയ്യാം. അതുപോലെ ഒരു എന്തെങ്കിലും ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ
വർക്ക് ചെയ്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള കളർഫുൾ ഷോൾ യൂസ് ചെയ്യാം. അപ്പം നല്ല ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഈ രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ജീൻ, അതായത് ഒരു ആംഗിൾ ലെങ്ത് വരുന്ന ഒരു ആംഗിൾ ജീനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കിടുക്കായിട്ടുള്ളൊരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നല്ലൊരു ഹൂപ്പ് റിംഗ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ റിങ്സ്, നല്ല നല്ല മോഡേൺ ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നല്ലൊരു ലുക്കാണ്. അത് നല്ല ലൈറ്റ് കളറിലുള്ള ജീൻ വേണം. അപ്പോൾ ലൈറ്റ് കളറിലുള്ള ജീൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കളറിലുള്ള ജീനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആംഗിൾ ജീൻ ആണെന്നുണ്ടെങ്കിൽ നല്ല കിടു ലുക്കിൽ നമുക്കതിനെ സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ടൈപ്പിലുള്ള സ്റ്റോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കളർഫുള്ളായിട്ടുള്ള സ്റ്റോളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുത്തേ കൂടി ഇങ്ങനെ കറക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സ്റ്റൈലാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ സാധാരണ പണ്ട് മുതലേ ഉള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ടോപ്പിൻ്റെ കൂടെ വൈറ്റ് പാൻസ്. അതിപ്പോൾ ഏത് രീതിയിലുള്ള പാൻസ് ആയാലും കുഴപ്പമില്ല. പലാസോ ആണ് ഇപ്പോൾ കുറച്ചും കൂടി ലുക്കായിട്ടുള്ളത്. അത് വൈറ്റ് ഇടാം. വൈറ്റിൻ്റെ കൂടെ നമ്മളൊരു ഗോൾഡൻ ബേജ് കളറൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ നല്ലൊരു സിൽവർ ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിടു ലുക്കാണ്. ഇതിപ്പോൾ ഞാൻ ചുരി ബോട്ടാണ് എടുത്തേക്കുന്നത്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തുന്നുള്ളൂ. വൈറ്റ് പലാസോ അല്ലെങ്കിൽ ഒരു ബേജ് ഗോൾഡ് ബേജ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിടു ലുക്കാണ്. അത് നല്ല ആക്സസറീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കാഷ്വലായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള രീതി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4-5 സ്റ്റൈൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് സ്റ്റൈൽ ചെയ്യുക. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കി ഫുൾ വീട്ടിലിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്, ബാംഗ്ലൂരാണ് ഞാൻ സെറ്റിലായിരിക്കുന്നത്. ഞാൻ വേറെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് പത്തനാപുരമാണ്. അപ്പോൾ ഈ 3 സ്ഥലത്തായിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം, ഡ്രസ്സുകളെല്ലാം 3 സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുൾ കാണിക്കാൻ പറ്റാത്ത, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിത് മാത്രം കാണിച്ച് ബാക്കി ഫോട്ടോയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. പിന്നെയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കാം.